കൂടുതൽ കളിച്ചാൽ മുതലക്കുഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. മുതലക്കുഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇറങ്ങിയിട്ട് കുഴപ്പമില്ല. സത്യം പറയട്ടെ, മുതലക്കുഞ്ഞ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു സാധനത്തിനായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് മേടിക്കാൻ പറഞ്ഞ ഒരു സാധനമാണ്. എന്ത് സാധനമാണെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അതിനെ മേടിച്ചുകൊണ്ട് രാവിലെ ഞാൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അതിനെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിത് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുണ്ടല്ലോ നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ സാധനത്തിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സാധനമാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ വണ്ടി വീട്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചിയൊക്കെ അകത്തിരി നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ സാധനം വന്ന പ്രതീക്ഷയോടുകൂടി ചേച്ചിയൊക്കെ അകത്തിരി നോക്കുന്നുണ്ട്. എന്നാ എൻ്റെ അമ്മ എന്തി ബാ, ഒരു സാധനത്തിന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ഒരു വെറൈറ്റി സാധനം. ബാ കാണിച്ചു തരാം എന്നാണ്. അതിന് മുമ്പ് ഇവരെ കൊണ്ട് ഗസ് ചെയ്യാം കേട്ടോ സാധനം എന്നാണ്. ബാ എനിക്കാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ബാ, ഒരു സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. എന്നാ സാധനമായിരിക്കുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. എന്നതായിരിക്കും? മീനോ? അല്ല. അപ്പാ ഒരു ഐഡിയ ഇല്ല. എങ്ങനെ ഗസ് ചെയ്യാനല്ലേ? ഒട്ടകക്കുഞ്ഞ്. വെറൈറ്റി സാധനമായോണ്ടായിരിക്കും ഇത്ര രാവിലെ പോയതല്ലേ. ബാ, മേള് പറഞ്ഞ് കഴുത്ത് മാത്രം പുറത്തേക്ക് ഇടായിരുന്നു അല്ലേ. ബാ ഒരു കാര്യം ചെയ്യ്, വണ്ടിക്കകത്ത് തുറന്നു നോക്ക്. ബാ, പപ്പാന്ന് പറഞ്ഞോളൂ. കാടയോ? വണ്ടി തുറന്നു കഴിയുമ്പോഴേക്കും കുറെ കാടകൾ പുറത്തേക്ക് ചാടി വരണം. തുറന്നോ? കിടക്ക്. ഗേറ്റ് ഇല്ല, ഗേറ്റ് അടയ്ക്കണ്ട. തുറന്നോ? എവിടെ സാധനം? എവിടെ സാധനം എന്നാന്ന് പറയാം കേട്ടോ. നമ്മുടെ സാധനം വഴിയിൽ വെയിറ്റ് ചെയ്യുവാണ്. സാധനത്തിൽ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? എന്നാ വിളിച്ചോ. സാധനം വരുന്നുണ്ട്. നമ്മൾ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. ഇത് അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ തരാം. വേണമെങ്കിൽ ചുമ്മാ ഗസ് ചെയ്തോ. മുതലക്കുഞ്ഞ്, പന്നിക്കുട്ടി, ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ഇല്ല, പപ്പ പറയുന്നു പപ്പയ്ക്ക് ഒരു രീതിയിലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കൊണ്ടുവരണ്ട സാധനം തന്നെ ഇങ്ങ് എത്തിക്കോളും. എടാ വാടാ, ഇങ്ങ് വാ. ചേച്ചിയുടെ ഇഷ്ടമാണ്. എടാ വാടാ, വീട് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ സാധനം എന്ന് പറയാം. അപ്പോൾ ചേട്ടനാണെങ്കിൽ വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ട് ഇനി ചാൻസ് ഉണ്ടോ? ഇനി ഇല്ല, അറിയത്തില്ല. എന്നാ സാധനമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഉണ്ടല്ലോ വണ്ടിക്ക് അത് തുറക്കാം കേട്ടോ. തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഇതെന്നാ സാധനം എന്നും അതുപോലെ ഇതിനെ എവിടുന്നാണ് മേടിച്ചെന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ കടയിലേക്ക് പോകാൻ വേണ്ടി പോകണേ. ജിനോസിന് വേണ്ടി വേണം കേട്ടോ. നമ്മൾ കുറവിലേക്കാണ് സാധനത്തിന് മേടിക്കുന്നത്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ഒരു വീഡിയോ നമ്മൾ നന്ദുവിന് ഒരു പട്ടീനെ മേടിച്ച് സർപ്രൈസ് ചെയ്യുന്നൊരു വീഡിയോയ്ക്കകത്ത് നമ്മളൊരു മീനിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതിനെ മേടിക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ അതിൻ്റെ താഴെ അന്ന് കുറേ കമൻറ്റ് വന്നായിരുന്നു അതിനെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ മേടിക്കാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിത് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ MC റോഡിലാണ് ഉള്ളത്. നീ ഇപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മീനിനെ എങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് വരുന്നത് ചേട്ടൻ അറിയില്ല. ചേട്ടൻ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിനെ എങ്ങനെ പിടിക്കുമെന്നാണ്. അതൊരു ടാങ്കിൽ കിടക്കുന്നത്. പക്ഷേ ഈ അലിഗേറ്റർ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇത് കടിക്കുന്ന സാധനമാണല്ലോ ഈ വണ്ടി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നമുക്ക് കറക്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ ഭയങ്കര ചെറുതാണ്. പക്ഷേ ആളെ കാണിച്ചു തരാം. ഇനി കാണിച്ചാൽ പെട്ടെന്ന് കാണിച്ചാൽ മതി. സസ്പെൻസ് കളയായിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഫുള്ള് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റിയിടുകയാണ് കേട്ടോ. ആള് ഭയങ്കര ചെറുതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു അരാപ്പയ്മ ഉള്ളതാണല്ലോ. എന്താണെങ്കിലും അരാപ്പയ്മയുടെ അത്രയും അഗ്രസീവ് അല്ലെങ്കിൽ പോലും ഈ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു മുതലക്കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കും കേട്ടോ. കണ്ടാൽ പേടിയാകുകയും ചെയ്യും. നല്ല പല്ലുണ്ട്. അപ്പോൾ ആളവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറങ്ങി ചെല്ലാം. ഡീറ്റെയിൽ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ ആൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കറക്റ്റ് മുതലേ പോലെ മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അലിഗേറ്ററിൻ്റെ സെയിം ലുക്ക് അല്ലേ. അപ്പോൾ ആളെ കണ്ടാൽ പേടിയാണ് കേട്ടോ. അപ്പോൾ ആളെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. അന്ന് എന്താണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് മേടിക്കാൻ പറയുമ്പോഴേക്കും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു മേടിക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് കേട്ടോ സാധനം. ഇത് ഏകദേശം എത്ര അടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 അടി നീളം കാണുമായിരിക്കും. നമുക്ക് എന്താണെങ്കിലും പിടിച്ചൊരു വീട്ടിൽ കൊണ്ടുവന്ന് ടാങ്കിൽ ഇടുന്നതിന് മുമ്പ് ഇതിനൊന്ന് നമുക്ക് ലെങ്ത് ഒക്കെ ഒന്ന് മെഷർ ചെയ്യാം കേട്ടോ. അപ്പോൾ അവൻ വളർന്നുമില്ല നമുക്ക് അറിയാൻ പറ്റും. ഇതിവിടെ എത്ര നാട്ട് കിടക്കുന്ന? ഇതിപ്പോൾ ഒരു 6.5 മാസം. 6 മാസമായല്ലേ? അടിപൊളി.
ഇത് നമ്മൾ അരാബിക്ക് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയല്ലേ കൊടുക്കുന്നത് അല്ലേ? അല്ലേ? ഓ നമ്മൾ ലൈവ് മാത്രമേ ഉള്ളൂ അല്ലേ? ലൈവ് നമ്മൾ എന്താണ് ലൈവിനുള്ള മീനെല്ലാം വീട്ടിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ ഇതിനകത്ത് പിടിക്കണം ചേട്ടാ. ഇതിനെ അതുപോലെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമല്ലോ അല്ലേ? ഇല്ലില്ല അരാപ്പയമേ ഇല്ലില്ല പ്രശ്നം വരുന്നില്ല. അരാപ്പയമേ ഇതുമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അരാപ്പയമേ അത്ര വലുപ്പമില്ല, പക്ഷെ എന്നാലും ഇവർ തമ്മിൽ ഏകദേശം ഒരേ കാറ്റഗറി വരുന്ന മീനായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മൾ അരാപ്പയമയോട് കൂടി ഇതിനു മുമ്പ് 2 ഓസ്കാർ കിടന്നു, അവരുമായിട്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്നാ? വെള്ളം താത്തണം അല്ലേ? എയർ ബ്രീത്തിങ് ആണ് കേട്ടോ. ഇവനിടയ്ക്ക് വന്ന് മേളിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ മേളിൽ നിന്ന് ബ്രീത്ത് ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നു. പുള്ളി ഇപ്പോൾ ഒന്ന് വെള്ളം എടുത്തിട്ട് പോയി കേട്ടോ. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെള്ളം കളയാം അല്ലേ? നമ്മൾ ഇതിനകത്ത് വെള്ളം കളയാൻ വേണ്ടി പോകണം. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൈപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് ആദ്യമേ നമ്മുടെ ഇവിടെ പൈപ്പ് കണക്ട് ചെയ്യും കേട്ടോ. ഈ പൈപ്പ് കണക്ട് ചെയ്ത് അതിലേക്ക് നേരെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇവിടെ വെള്ളം വന്നോ? ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പുള്ളി ഇപ്പോൾ വളരെ ശാന്തനായിട്ട് കിടക്കുവാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നും ആയിരിക്കത്തില്ല. ടാങ്ക് ഫുൾ അടിച്ച് കലക്കും കേട്ടോ. വന്നു കേട്ടോ വന്നു. ചേട്ടൻ അവിടെ പൈപ്പ് തുറന്ന് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കുമായിരിക്കും വെള്ളം വറ്റാനായിട്ട്. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ വെള്ളം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 അടി വെള്ളം കൂടി ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മളുണ്ട് ഇനി ബാക്കി വരുന്ന വെള്ളം ഈ ഒരു ഡ്രമ്മിലേക്ക് പിടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നത്. ഇതാകുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് വണ്ടിയുടെ പുറകെ എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം വെള്ളം എല്ലാം പറ്റും. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ടാങ്കിലെ വെള്ളം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 അടി വെള്ളമേ ഉള്ളൂ. അപ്പോൾ ടാങ്കിന് നല്ല ഹൈറ്റ് ഉണ്ട്, 3 അടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചേട്ടനാണ് ഇറങ്ങുന്നത്. ചേട്ടൻ പേരായിരുന്നു രാഹുൽ. അപ്പോൾ രാഹുൽ ഇറങ്ങി പിടിക്കാന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്ടിൽ സെയിം ഒരെണ്ണം ഉണ്ടല്ലേ? ഈ സെയിം സൈസ് അതിനെ കൊണ്ടുവന്ന് വളർത്തിയതല്ലേ? സെയിം സൈസായി. അപ്പോൾ ആൾക്ക് എന്താണല്ലോ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആൾ പിടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാഹുൽ എന്താണെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലാഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചാക്ക് വേണം അല്ലേ? ചാക്ക് എന്ത് ചെയ്യും? നമ്മളൊരു ചാക്കിനകത്താക്കി പിടിക്കാൻ വിചാരിച്ചു. കാര്യം വെച്ചാൽ ഇതിനെ കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല, ഒരിക്കലും നിൽക്കത്തില്ല. കാര്യം നല്ല പവറാണ്. വീട്ടിൽ തന്നെ പിടിക്കാറുണ്ടോ? ഇല്ല ഇല്ലല്ലേ? ആണല്ലേ? അതിന് തീറ്റ എന്ന് വിചാരിച്ച് കടിക്കുന്നതാണ് കേട്ടോ. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കടിക്കുന്നതല്ല. സ്ഥിരമായിട്ട് തീറ്റ കൊടുക്കുമ്പോഴേക്കും അവൻ കൈ വെച്ച് കൊടുക്കുമ്പോൾ തീറ്റ ഒന്ന് മുറിയത്തൊന്നുമില്ലോ. സ്ക്രാച്ച്. എന്നാണല്ലോ രാഹുൽ കമോൺ, രാഹുൽ പിടിച്ചിരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ ഇറങ്ങട്ടെ. വാച്ച് വീറണോ? ഒരു സെറ്റ് ഇത്ര ഉണ്ട് ഹൈറ്റ് കേട്ടോ. 3 അടി അക്കറിയാണ്. നമുക്ക് മേളിൽ നിന്ന് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല, അതാണ് കുഴപ്പം കേട്ടത്. ആള് അകത്തൂടെ ഓടി നടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ പിടിക്കുന്നതന്നെ. പെർഫെക്റ്റ്. ഓ ആള് കറക്റ്റ് സൈസാണ്. അക്വേറിയത്തിൻ്റെ ഇല്ലില്ല പെർഫെക്റ്റ് അകത്ത് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ചാക്കിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അടിച്ചിട്ടില്ല. ഇനി ആയിരിക്കും ബഹളം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇറങ്ങിയിട്ട് അയ്യോ നല്ല ചാട്ടമാണ് കിടന്ന് ചാടുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇനി ചേട്ടൻ ഇറങ്ങിയിട്ട് നമുക്ക് പൊക്കാം അല്ലേ? കാര്യം ഇത്രയും നേരം പുള്ളിയുടെ കംഫർട്ട് സോണിലാണല്ലോ. നമ്മളിതിനകത്ത് പൊക്കാൻ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഇനി ഇതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ചാക്കിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഹോൾ ഇട്ടുണ്ട്. അപ്പോൾ ഇതിലും വഴി വെള്ളം കളയുവാണ് കേട്ടോ. അയ്യോ പുള്ളി വെള്ളം കുറയുന്നതനുസരിച്ച് ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കളഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പൊക്കി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ നല്ല കനമായിരിക്കും കേട്ടോ. എന്താണെങ്കിലും നനയും. അയ്യോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മൊത്തം പൊക്കി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം ഫുള്ളങ്ങ് കളയുവാണ് കേട്ടോ. ഓ ജിനാവിന് ദേഹത്ത് വീണില്ല. പുള്ളി ചാടുന്നൊന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും ബഹളം ഉണ്ടാക്കുമെന്നാണ് കേട്ടോ. അല്ലേ? ചാടിയോ? അപ്പോൾ എന്താണ് ജസ്റ്റ് തിരിച്ച് ഡ്രമ്മിലേക്ക് ഇടുവാണ്. ഡ്രമ്മിൽ ഇട്ട് കഴിയുമ്പോഴേക്ക് ചാടുമില്ല, നമുക്ക് പേടിക്കണം. ഓ കുഴപ്പമില്ല. ഇനി കറക്റ്റ് സൈസാണ് കേട്ടോ. ആണോ? കുഴപ്പമുണ്ടോ അത്? ഇല്ലല്ലോ. ഫുള്ള് കെട്ടി നല്ല സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പുറകിൽ വെച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ സ്ഥിരമായിട്ട് ഇതിനെ ഡെലിവറി ചെയ്യുന്നൊരു വണ്ടിയാണിത്. അപ്പം അടിപൊളി. പൊങ്ങോ? ഓൾ സെറ്റ്. റെഡിയായല്ലേ? അയ്യോ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാം. നമുക്ക് ആളെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നേരെ തന്നെ വീട്ടിൽ കൊണ്ട് ഇടാം അല്ലേ? ഓക്കെ.
അങ്ങനെ നമ്മൾ ആളെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുക. വളരെ സേഫ് ആയിട്ട് ആളെ കൊണ്ട് അരാപ്പയമ്മയുടെ കൂട്ടത്തിലിടുക. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. അരമണിക്കൂർ നമ്മുടെ വീട്ടിലെത്തും. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അരാപ്പയമ്മയ്ക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അരാപ്പയമ്മ ഒട്ടും അഗ്രസീവ് അല്ല, പുള്ളി ഭയങ്കര ശാന്തനാണ് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കൊടുത്ത് അരാപ്പയമ്മയുടെ വയറ് നിറയ്ക്കാം കേട്ടോ. അതിന് ഫീഡിങ് കാണിക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പുതിയ അലിഗേറ്ററിനെ എടുത്ത് നമ്മുടെ കുളത്തിലേക്ക് ഇടാം. അതെ, ഇനി എന്താണെങ്കിലും പപ്പയ്ക്കും മമ്മിക്കും സസ്പെൻസ് നമുക്ക് റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധനത്തിനെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധനം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകണം. ചേച്ചി എന്നോട് സൈഡിൽ നിന്ന് ഒരു ക്യൂ പറഞ്ഞിട്ടുണ്ട് മീനാന്ന്. അതെങ്ങനെ മനസ്സിലായി? മീനെ കെട്ടിക്കൊണ്ടാണോ വരുന്നത്? സത്യം പറയട്ടെ, മുതലക്കുഞ്ഞ കാണിച്ചു തരാം. അടിപൊളി. പക്ഷെ എന്നാ മീനായിരിക്കും? മീനല്ല, മുതലക്കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ. ഉറപ്പാണല്ലോ? വളർത്താൻ പറ്റുന്ന പെറ്റ് മുതലുണ്ട്. ചേട്ടാ ഇതിനൊന്ന് പിടിക്കാം കേട്ടോ നമുക്ക്. ചേച്ചി മുതലേന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അതാ പറഞ്ഞ മുതലാ. മുതലയുടെ കുഞ്ഞാന്നേ. സീരിയസ് ആയിട്ടല്ല, മേടിക്കാൻ പറ്റുന്ന മുതലുണ്ട്. കുഞ്ഞ് പെറ്റ് മുതല, ചെറുതാ, വലുതാകത്തില്ല, ഇത്ര വലുതാതുള്ളൂ. ഇതാണ് അലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞ മീൻ. മുതലേനെ പോലെ തന്നെ ഇരിക്കുന്നേ. അലിഗേറ്റർ ഗാർ. അതിന് മേളിൽ നിന്നൊരു മുതലയുടെ ഷേപ്പില്ലേ. ഇതിനെ കണ്ടിട്ട്, ഇതിനെ ഉണ്ടല്ലോ ചില റിവറിലൊക്കെ കണ്ടിട്ട്, മീൻസ് വലിയ സൈസാണ് കേട്ടോ. ഇത് ഭയങ്കര സൈസാണ്. അപ്പോൾ ഒത്തിരി റിവറിലൊക്കെ ഇതിനെ മേളിൽ നിന്ന് ആൾക്കാർ മുതലേ തെറ്റിദ്ധരിക്കുന്നതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ സാധനത്തിന് ചിലപ്പം അലിഗേറ്റർ ഗാർ എന്ന് പേര് വന്നത്. കാരണം ഇത് നല്ല ഡാർക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന് മേളിൽ കുറച്ച് പൊങ്ങി എന്ന് കഴിഞ്ഞാൽ കറക്റ്റ് മുതല നമ്മുടെ അലിഗേറ്റർ നിൽക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതിന് അരാപ്പായ്മയുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റുമോ? തിന്നുന്നതാണോ? പിന്നെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ചെറിയ ടാസ്ക് ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ അരാപ്പായ്മയ്ക്ക് വയറ് നിറച്ച് ഫുഡ് കൊടുത്ത് പുള്ളിയുടെ വിശപ്പ് മൊത്തം മാറ്റണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കടി ഉണ്ടാക്കുന്നതാണോ? അതാണ് എൻ്റെ പേടി. നമുക്ക് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. കൈയിട്ട് നോക്കി ഒരു കാര്യം ചെയ്യാം, നമുക്കിതിന് ജസ്റ്റ് പിടിച്ച് അങ്ങോട്ടേക്ക് വെക്കാം. എന്താണെങ്കിലും ചേട്ടന്മാർ വളരെ സേഫ് ആയിട്ട് അതിനെ കൊണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. അടുത്ത പ്രാവശ്യം കാണാം. ചേട്ടാ പിടിച്ചു തന്ന രാഹുലാണ് കേട്ടോ. അപ്പോൾ രാഹുലിന് താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇവനെ നേരെ നമ്മുടെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. അരാപ്പയമ്മയ്ക്ക് തീറ്റ കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അരാപ്പയമ്മയ്ക്ക് തീറ്റ കൊടുത്ത് വയറ് നിറച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ടാങ്കിനകത്ത് നിറച്ച് മീനുകളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ ഒരു ടാങ്കിനകത്ത് നിറച്ച് അരാപ്പയമ്മയ്ക്കുള്ള മീനുകളാണ് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വല വെച്ച് കോരി കാണിച്ചു തരാവേ. ഇത് കേട്ടോ, 4 ഒരു കാര്യം ചെയ്യും, 4 അങ്ങോട്ട് ഇടാം. നമ്മുടെ നാട്ടിൽ കല്ലട എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. നമ്മളിത് ഒന്നും കൂടെ കോരുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി, ഒരു 5-6 കൊടുത്താൽ മതി കേട്ടോ. പുള്ളിയുടെ വയറ് ഓക്കെ ആയിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം കാണത്തില്ല. അന്വേഷിച്ച് ഇതങ്ങ് മൂടി വെക്കാവേ. ഇതുണ്ടോ, ഇതിനകത്ത് ഇപ്പം ഇത്രയും മീനുണ്ട്. ഇതിന് ഫുള്ള് നമ്മൾ നമ്മുടെ അരാപ്പയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. ഇത് മൊത്തം കഴിക്കോ? കഴിക്കത്തില്ലേ? വാ നോക്കാം. പുള്ളി ഇപ്പോൾ നല്ല ടേംഡാണ് കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ കണ്ടോണേ, ഞാനിത് മാറ്റി കഴിയുമ്പോൾ തന്നെ ആൾ ഇവിടെ വന്നിപ്പുണ്ട്. ദേ ഇവിടെ തൊട്ട് താഴെ നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിന് കൊടുത്ത് കാണിക്കാവേ. ഇത് കണ്ടോണേ. കഴിച്ചില്ല കിട്ടിയില്ല. രണ്ടാമതാണ് പുള്ളിക്ക് കിട്ടിയത്. ഇത് കണ്ടോ. അപ്പോൾ അത്രയും ടൈമിലാണ്. ഇപ്പോൾ പുള്ളിക്ക് കറക്റ്റ് അറിയാം കേട്ടോ, നമ്മളിത് മാറ്റുന്നത് തന്നെ ഫുഡ് കൊടുക്കാനായിട്ടാണ്. ഇത്രയും സമയം മതി ഒരെണ്ണത്തിന് കഴിച്ച് കഴിഞ്ഞിട്ട്. ഇത് കണ്ടോണേ. 2 ഞാൻ മാറുന്നതെന്ന് വെച്ചാൽ ഇവന്മാർ തെറിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കും കേട്ടോ. ആർക്കും കൊടുക്കണോ? ചേച്ചിക്ക് പേടിയാണേ. മാറി നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ എടുത്തേ. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും പെട്ടെന്ന് കഴിക്കും കേട്ടോ. അധികം ഗ്യാപ്പൊന്നും വേണ്ട. ഇപ്പം നമ്മളെനിക്ക് 4 കൊടുത്തല്ലോ, 3 കൊടുത്തു, പിടിച്ചു. ഇനിയിപ്പോൾ ആദ്യത്തെ അത്രയും വലിയ ചാട്ടമൊന്നും കാണത്തില്ല കേട്ടോ. ഇത് തൊട്ട് താഴെ നിൽപ്പുണ്ട് പുള്ളി. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി മറ്റേനെ പിടിച്ചോണ്ടിരാം. ഇനി അതിനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണേ. എങ്ങനെ പിടിക്കുമോയെന്ന് അറിയത്തില്ല. ഇതിൽ പിടിക്കാം. കമോൺ ചേച്ചിനെ കൊണ്ട് പിടിപ്പിക്കാം. നമുക്ക് പിടിപ്പിക്കാം. പുള്ളിയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ടാങ്കിനെ നിറച്ച് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഫുള്ള് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റും എടുത്തിട്ടുണ്ട്, ഒരു ചാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. പപ്പയാണെങ്കിൽ ഇതിനെ അളന്ന് നോക്കാണ്ട് ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് വേണ്ടി നീളവും കൂടെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ നീളം അറിയുമ്പോഴേക്ക് നമുക്ക് ഏകദേശം വെയിറ്റ് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. അയ്യോ, ചാടുവാണെങ്കിൽ ഉണ്ടല്ലോ പയ്യെ വല കീറിക്കില്ല. പെർഫെക്റ്റ്. കൊള്ളാം. പയ്യെ എടുത്ത് വെച്ച്
അയ്യോ ഇവനുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അളന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഏകദേശം ഒരു 29 കൂട്ടാം കേട്ടോ. ഒരു 29 ഇതാണ് കേട്ടോ. 29 ഇഞ്ചാണ് പുള്ളിയുടെ നീളം. രണ്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകുന്നത് ഇത് കണ്ടോ, തൊട്ടിലിനകത്താ കൊണ്ടുപോകുന്നതിലാണ് കൊണ്ടുപോകുന്നത്. അരാപ്പയുമ്പോൾ കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? ആർക്കാന്ന് അറിയത്തില്ല. അവിടെ വെച്ച് താഴെ വെച്ചോ, പയ്യെ ഇടാം. ഞാൻ പിടിക്കാം. കൈ കൊണ്ട് പയ്യെ പിടിക്കാവേ. കാര്യം വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഒരു 2 കിലോ അടുപ്പിച്ചുണ്ട്. തൊട്ട് നോക്കി പെട്ടെന്ന് നോക്കിയോ. അരാപ്പയ്മനെ പോലെ തന്നെയല്ലേ ചേച്ചി? കിട്ടുവാണോ? പെട്ടെന്ന് നോക്കിയോ. അരാപ്പയ്മനെ പോലെ തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ പയ്യെ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോകണം കേട്ടോ. അരാപ്പയും ഇവിടെ ഒന്നും ഇല്ലല്ലോ. എൻ്റെ കൈ കടിച്ചിട്ട് പോകത്തില്ലോ? ഇല്ല. പൊക്കോ. ഓക്കെ. ഓ ആദ്യം തന്നെ പോയിട്ട് പുള്ളി എയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. കരച്ചിലൊന്നും കേൾക്കുന്നില്ല. ശോഭയ്ക്ക് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പുള്ളിക്കാരി അവിടെ കിടന്ന് ഭയങ്കരമായ കരച്ചിലാണ് കേട്ടോ. എടി എന്തോ ആ പ്രശ്നം നിൻ്റെ? ഇവിടെ എന്തോ സംഭവം മനസ്സിലായി അവൾക്ക്. ഞങ്ങൾ എന്തോ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇത്രയും ചാട്ടം ഇല്ലാതാണ് കേട്ടോ. അവൾക്ക് കാര്യം മനസ്സിലായി. എടി അടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവരെ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മീൻ നമുക്ക് കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഇതുവരെ ഇതിനകത്തുനിന്ന് വലിയ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. കൂടുതൽ കളിച്ചാൽ മുതലക്കുഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. ശോഭയ്ക്ക് മനസ്സിലായി കേട്ടോ എന്തോ സംഭവം മനസ്സിലായിട്ടില്ല. പുള്ളിക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കുറയ്ക്കുന്നല്ല കേട്ടോ. അയ്യോ അതല്ലേ പൊങ്ങിയത്? അയ്യോ നമ്മുടെ മറ്റേ അരാപ്പൈമ പൊങ്ങുന്ന പോലെ അല്ല കേട്ടോ. ഇവൻ ഫുൾ ഇവന്റെ അയ്യോ ഇതെന്താ? അടക്ക ഇത് ഇട്ട് കൊടുക്കാവേ. ഒരു മീൻ അതിന് ചാടിപ്പോയി കേട്ടോ. ഇതുണ്ടടി എന്തോ ഒരു ഒച്ച കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊരു ഒച്ച കിട്ടും ഞങ്ങൾ മുതലേ ആടുന്ന പോലെ. അപ്പോൾ എന്താണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ അലിഗേറ്ററെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. മമ്മി, പപ്പ, ശോഭ, ശ്രീചേച്ചി, അഞ്ജന, ചാച്ചൻ. അതുപോലെ ഇതിൻ്റെ ഒരു പേരിടണമല്ലോ, അരുവിനിട്ട പോലെ. സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യും കേട്ടോ. അലിഗേറ്ററാണ് നമ്മുടെ അരാപ്പായ്മനെ അരു എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ അലിഗേറ്ററിനെ വിളിക്കാൻ പറ്റിയൊരു പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഹലോ അതെ എന്താ എടുത്താൽ ഹലോ അടച്ചു നോക്കട്ടെ. കുടിക്കണം. അടാ വാടാ.